നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, നീ അനുചേച്ചിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മാറിയോ? അപ്പൊ അവിടെ ചേച്ചിക്ക് ആരാ കൂട്ട്? ഭാനുമ്മ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇന്ദ്രേട്ടൻ തിരിച്ചു വന്ന വിവരം അറിഞ്ഞ് അമ്പിളി ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. വാ ചേച്ചി. ഇന്ദ്രേട്ടൻ തിരിച്ചു വന്നിട്ട് കുറ്റം മുഴുവൻ അനുചേച്ചിയുടേതാണെന്ന് പറഞ്ഞു കാണും അല്ലേ? ഒന്നും അറിയില്ല ചേച്ചി. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് മാറിയത്. അനുചേച്ചിയും പറഞ്ഞു അവിടെ നിന്നാ പഠിക്കാൻ പറ്റത്തില്ലാന്ന്. കഷ്ടം തന്നെ അനുചേച്ചിയുടെ കാര്യം. ചേച്ചി ഇനി അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുന്നത് നല്ലത്. വാ. ചേച്ചി ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചൂടുവെള്ളം മതി മോളെ. മോളെ, അച്ഛനോടെ രാവിലെ വിളിച്ചപ്പോ അണ്ണനും ചിരും ഒരുമിച്ച് വരുന്നാണല്ലോ പറഞ്ഞേ. അച്ഛനും ഞാനും ഒരുമിച്ച് തന്നെ അങ്കിളെ വന്നത്. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ അമ്പിളി ചേച്ചിയും കൂട്ടി ചെക്കപ്പിന് പോവാന്ന് കരുതി ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതാ. അപ്പോ അണ്ണനോ? അച്ഛൻ ദയെ കാണാനാണല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ട് അയച്ചിട്ട് അച്ഛൻ നേരെ ശബരിയുടെ വീട്ടിലേക്ക് പോയി. അയ്യോ, അത് പ്രശ്നമാവൂല്ലോ മോളെ. എന്തു പറ്റി അങ്കിളെ? ദയ ശബരിയുടെ വീട്ടിലില്ല. പിന്നെ? ദയ വേറൊരു സ്ഥലത്താ ഉള്ളത്. അത് ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ശബരി അവന്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദയയെ പഞ്ചരത്നത്തെ കൊണ്ടുപോയി നിർത്തിയിരിക്കാന്നാ. അണ്ണനിപ്പോ ദയ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നാ ആ വീട്ടുകാരും കൺഫ്യൂഷൻ ആവും, അണ്ണനും കൺഫ്യൂസ്ഡ് ആവും, എല്ലാവരും അറിയുകയും ചെയ്യും. എന്താ അങ്കിളെ പുതിയ പ്രശ്നം? ദയ എല്ലാരും കൂടെ എങ്ങോട്ടാ മാറ്റിയിരിക്കുന്നത്? ദയ ചേച്ചി പഞ്ചരത്നത്തിലേക്ക് മാറ്റിയേക്കാന്ന് ശബരിയേട്ടൻ എന്തിനാ വീട്ടുകാരോട് കള്ളം പറഞ്ഞത്? മോളെ, അത് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ അറിയാത്ത ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഞാൻ രഘുവിനെ വിളിച്ച് പെട്ടെന്ന് ശബരിയുടെ വീട്ടിൽ